ഈ പഴയ പാട്ടുകൾ കുറച്ച് എഴയുന്നതാണ് പുതിയ തലമുറയ്ക്ക് പ്രശ്നം എന്നൊക്കെ ചില ആൾക്കാർ പറയുന്നുണ്ട്. അത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണത്. ആ അത് ലാഗായിട്ട് തോന്നുന്നവരുണ്ടാവും. ചില പാട്ടുകൾ ഇനിയിപ്പോൾ ഒരു പാട്ട് തന്നെ എടുത്തിട്ട് പറയും, ഓ ഇത് കുറച്ചും കൂടി സ്പീഡായിരുന്നെങ്കിൽ നന്നായിരുന്നേനെന്ന് പറയുന്ന ആളുണ്ട്. അത് തന്നെ വേറൊരാളോട് ചോദിക്കുമ്പോൾ പറയാം, ഓ ഇത് തന്നെ മതി എന്ന് പറയുന്ന ആൾക്കാരും ഉണ്ട്. അച്ഛനൊക്കെ പണ്ട് ചെയ്ത പാട്ടുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇന്നെടുത്ത് സ്പീഡ് കൂട്ടിയ പ്രശ്നമാകും. അതായത് അതിന്റെ ഭംഗി നഷ്ടപ്പെട്ടു പോകുന്നതാണ് സത്യം. അതങ്ങനെ തന്നെ കിടക്കട്ടെ, അങ്ങനെ കിടക്കട്ടെ. അതാണ് ഏറ്റവും നല്ലത്. പുതിയത് എന്താണ് വേണ്ടത് അത് ആവശ്യപ്പെടുന്നത് പുതിയത് കൊടുക്കാം. ഓക്കെ, ശ്രുതി എസ് ബാബു. അപ്പൊ ശ്രുതി എങ്ങനെയാ ബാൻഡൊക്കെ തുടങ്ങിയോ? മ്യൂസിക്കൽ വൈഫില് ഞങ്ങൾ കുറച്ച് ഫ്രണ്ട്സ് നിങ്ങൾ എത്ര പേരായിരുന്നു അതിലുണ്ടാക്കിയത്? അതെ, ഒരു ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പേരെന്തോ? ഭൂമി. ഭൂമി. ഓക്കെ, വിശാലമായിരുന്നത് കിടക്കട്ടെ. നിങ്ങളൊക്കെ വേദികളിൽ പോകുമ്പോൾ പാടുന്ന പാട്ടുകൾ ഏതൊക്കെയാ? വേദികളിൽ ഞങ്ങൾ മിക്കവാറും അതായത് ഓഡിയൻസിന്റെ ഇഷ്ടം അനുസരിച്ചിട്ടായിരിക്കും മിക്കവാറും ഞങ്ങൾ കുറച്ച് പ്രിപ്പയർ ചെയ്തിട്ട് പോകും. എനിക്ക് തോന്നുന്നു ഇപ്പോഴും പഴയ പാട്ടുകൾക്ക് അതിൻ്റെതായ പ്രാധാന്യം പാടാറുണ്ട്. 2 സോങ്സും പാടാറുണ്ട്. പിന്നെ ഈ സാറ് പറഞ്ഞ പോലെ കുറച്ച് ചടുലത കൂടിയ പാട്ടുകൾക്കായിരിക്കും കുറച്ചൊരു ഹാഫ് ആൻ അവർ. 18 മുതൽ 35, പിന്നെ 35 മുതൽ 50, 50 മുതൽ 80 വരെ, പിന്നെ 80 അങ്ങോട്ടില്ല. എല്ലാം ഓരോരുത്തരുടെ കാഴ്ചപ്പാടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ വെച്ചാൽ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു പ്രോഗ്രാമിന് പോയപ്പോൾ ഞങ്ങൾ പാടിക്കൊണ്ടിരുന്നതെല്ലാം ഈ പഴയതെന്ന് പറഞ്ഞാൽ ഒരുപാട് പഴയതല്ല, ഒരു 2090s ഒക്കെ ഉള്ള ആ സമയത്തുള്ള പാട്ടുകൾ, അതും എല്ലാവരും എൻജോയ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു വയസ്സായ ഒരു അങ്കിള് വന്നിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചതാണ്, പുതിയ പാട്ടൊന്നും അറിയില്ലേന്ന്. അപ്പോൾ അങ്കിൾ നല്ല പ്രായമുള്ളൊരു അങ്കിളാണ് ചോദിച്ചത്. അപ്പോൾ അങ്കിളിനും പുതിയ പാട്ട് വേണം. അപ്പോൾ ഓരോരുത്തരുടെ കാഴ്ചപ്പാടായിരിക്കാം. ചിലവർക്ക് പുതിയ പാട്ടുകളോടാണ് ഇഷ്ടം, ചിലവർ ഈ കുട്ടികൾക്ക് പഴയ പാട്ട് പാടിയാൽ അവർ എൻജോയ് ചെയ്യുന്നുണ്ട്. ഇപ്പം എന്താ പഴയ പാട്ടെല്ലാം മെല്ലെ പോകുന്ന പാട്ടുകളാണ്. ഇപ്പോൾ കദളിവാഴ എല്ലാവരും ചൊല്ലണ്, അങ്ങനത്തെ പാട്ടുകളൊക്കെ നമ്മൾ കുറച്ചും കൂടെ അപ്പോഴത്തെ പശ്ചാത്തല സംഗീതം മാറ്റുന്നത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അറിയില്ല. കാരണം ഈ കദളിവാഴ കയ്യിൽ നിന്ന് കാക്ക വിളിച്ചതൊക്കെ സ്പീഡാക്കിയിട്ടേ കാക്കയുടെ വിളിയുടെ സ്പീഡ് തന്നെ കൂടുവന്നാ. എന്തൊരു കാലം. അങ്ങനെ നമ്മളൊരു രസമില്ലാത്ത രീതിയിലാക്കാനും പാടില്ല. പാട്ടിനെ കൊല്ലാൻ പാടില്ലല്ലോ. അപ്പൊ ശ്രുതിയുടെ ഒരു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ട്രെൻഡിൽ പാടി 2 ലൈൻ പാടി. ലോകോരുള്ള മുരന്താളേ നാരത്തിന്നൂറാളേ സോറി, എനിക്ക് ഈ തരത്തിലുള്ള പാട്ടുകളും പാടാറുണ്ട്. പിന്നെ വയലാർ സാറിൻ്റെ പഴയ ടൈപ്പ് ഞാനറിയാതെൻ്റെ മാനസജാലക വാതിൽ തുറക്കുന്നു നിങ്ങൾ, ശില്പികൾ തീർത്ത ചുമരുകളില്ലാതെ ചിത്രമെഴുതുന്നു നിങ്ങൾ. അപ്പോൾ ഇതുപോലത്തെ പാട്ടുകളും പാടാറുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.